വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു മഴ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതെ, അബ്ചേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിള്ളേരെ സ്കൂൾ തുറക്കുന്നതിന് മുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ. വയ്യാണ്ടൊന്നല്ല, വെറുതെ കിടക്കാൻ കഴിച്ചവൻ. അയ്യേ, നല്ല സുഖമുണ്ടെന്ന് പൊതച്ചു കൊടുക്കാൻ മഴയായോണ്ട്. ആ കാലത്തെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, ഇവള് കഴിച്ചിട്ടില്ല. ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ്. ഇന്നലെ വീഡിയോ രാത്രിയാണ് വീഡിയോ എടുത്ത. സിനിമ സെക്കൻഡ് ഷോക്ക് പോയി വന്ന് ഞങ്ങള് അഭിചേട്ടനും വാദീനും കൂടെ കൂട്ടിയിട്ട് ഒരു റീൽ എടുക്കണം എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. സൗണ്ട് കുറയ്ക്കാൻ വന്നാണ്. അപ്പൊ വന്നപ്പോ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സായിരുന്നു. ഞാൻ പറഞ്ഞ അന്ന് റീൽ എടുക്കാം. ഇന്നലെ റീലൊന്നും എടുത്തിട്ടില്ല. ഇന്നലെ ഇവിടെ പണി ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്തില്ല. ഇന്നലെ ഇവിടെ പണിക്കാരുണ്ടായിരുന്നു ബാക്കിൽ ഒന്ന് ലെവൽ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പം എനിക്കാണെങ്കിൽ ഒന്നും എടുത്തില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമം. മാമി പറഞ്ഞു നമുക്ക് റീൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അഭിചേട്ടനെയും ആദീനെയൊക്കെ കൂട്ടി ഒരു റീൽ എടുത്തു. പിന്നെ അവരെ വെച്ചെടുക്കുമ്പോൾ നമ്മൾ അധികം ടേക്കൊന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. എടുക്കണേൽ അത്ര മതി എന്നാ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരെണ്ണം എടുത്തു. പിന്നെ ഞങ്ങൾ ഒരെണ്ണം എടുത്ത് പഠിച്ചിട്ട് എത്ര മണിക്ക് 2 മണിക്കൊക്കെ ഇടുന്നേ. 2 മണി അപ്പോഴൊക്കെ ഇടുന്നേ. അപ്പോൾ നല്ല ലേറ്റ് ആയിട്ട് കിടന്നിട്ട് എണീക്കുമ്പോൾ 7:30 ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ചോറൊക്കെ കഴിച്ചാട്ടോ, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് കറി ഇരിക്കുന്നുണ്ട്. ചോറ് വെക്കണം, കറി ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങള് പൊതിയാണ്. ഇത്രയൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കുകളും ആമിയുടെ പൊതിഞ്ഞു കഴിഞ്ഞു. കണ്ടോ നല്ല ഭംഗിയില് കാണാൻ. പണ്ട് തൊട്ടേ പുസ്തകം പൊതിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നല്ല വൃത്തിയിൽ വലിയ ചുളിവൊന്നും ഇല്ലാണ്ട് പുസ്തകം പൊതിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ അപ്പുറത്തെ വീട്ടിലത്തെ പിള്ളേരുടെ വരെ പുസ്തകങ്ങൾ ഞാൻ പൊതിഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അപ്പുറത്തെ മാളു നന്ദു പറഞ്ഞ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ബുക്കുകൾ ഞാൻ പൊതിഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. എന്തോ അന്നിങ്ങനെ ഇരിക്കുമ്പോൾ വലിയ തണ്ടൽ വേലൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ, കുറച്ച് നേരം അധികം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താ ചെയ്യുക, വയസ്സായി തുടങ്ങി. അപ്പോൾ ആദ്യം ആ പുതപ്പുമ്മ കാലത്തിരിക്കുന്ന കേട്ടോ. ആ പുതച്ചു മൂടി നല്ല സുഖം പിടിച്ചിട്ട് അവിടെ ഇരിക്കുക. ഇങ്ങനെ TV കണ്ട് ഇങ്ങനെ വെക്കേഷൻ കഴിയാണതിൻ്റെ ഒരു സമയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ ദിവസം കുറച്ച് പൊതിഞ്ഞ് അവസാനിപ്പിക്കാനാണ്. ഒറ്റയടിക്ക് ഇരുന്ന കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ ആ റോളിൻ്റെ ബുക്കിൻ്റെ വലിപ്പത്തിന് കട്ട് ചെയ്ത് ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. എന്തെങ്കിലും അവരെയും കൂടെ ചെയ്യിപ്പിക്കണമല്ലോ. നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കീറിപ്പോവുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല പിള്ളേർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പുസ്തകം പൊതിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ പൊതിയുമ്പോൾ അവർക്കും തൃപ്തിയാവുന്നില്ല, എനിക്കും കണ്ടിട്ട് തൃപ്തിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആമി ഇപ്പോൾ ഇത്രയും 9ാം ക്ലാസ്സിലായിട്ടും ഇവളുടെ ഇത്രയും വർഷങ്ങളിൽ ഞാൻ തന്നെയാണ് കേട്ടോ പുസ്തകമൊക്കെ പൊതിഞ്ഞു കൊടുത്തേക്കണേ. ഞങ്ങൾ ഗോഡൗണിൽ പോവാം. ഒരു ഡോർ കയറ്റി വിടാനുണ്ട്. ഞാൻ ആദീനെയും കൂടെ കൂട്ടി. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. മഴക്കാരുണ്ട്. നല്ല മഴ ദിവസമായതുകൊണ്ട് വേണമെങ്കിലും മഴ പെയ്യാം. വാ അതി വാ. വന്നിട്ടെടുക്കാം.
ചില്ല് മാറ്റണം. ആ ചേട്ടൻ വന്നിട്ട് മാറ്റാം. ഇതാണ് കേട്ടോ ഒരു കുഞ്ഞു ഗോഡൗണിലുള്ള കുറച്ച് ഡോറുകളും ഇതൊക്കെ ഉണ്ട്. ഏയ് കുട്ടിക്കല്ലേ, നല്ല പനിക്കോളുണ്ട്. കുഴപ്പമില്ല. ഞങ്ങളെ ചേട്ടനെ വെയിറ്റ് ചെയ്തിക്കാം. വണ്ടിച്ചേട്ടൻ വന്നിട്ടില്ല. വണ്ടിച്ചേട്ടൻ വന്നിട്ട് ഇത് കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയ പോകണം. 3 ബുക്കും കൂടി പൊതിയാണ്ടായിരുന്നുള്ളൂ. പക്ഷേ മതി. അല്ലാ പടച്ചോരേന്ന് പറഞ്ഞിട്ട് റീൽസ് എടുത്ത് കഴിഞ്ഞ് വന്നാ കിടന്നു. മഴ വരണ മറ്റേതിരിക്കണെങ്കിലേ കയ്യത്ത് കുളിച്ചു. ഡോറയും കുറുന്തരിയും ആമീം. ചായക്ക് കട ബിസ്ക്കറ്റും കേക്കും വേണോ? കേക്ക് വേണോ? ചായ പാല് തിളപ്പിക്കാം. ബൂസ്റ്റ് ഹോർലിക്സ് ഇട്ട്. പക്ഷേ 1/2 മണിക്കൂർ ഉറങ്ങണം എന്നുണ്ടായിരുന്നു. മഴ നനഞ്ഞിട്ടുള്ള റീലെടുക്കാനാ പറയുന്നേ. പക്ഷെ മഴ നനഞ്ഞ റീലെടുക്കാൻ എനിക്ക് വലിയ തോന്നില്ല. പക്ഷെ മഴ പെയ്യണില്ല. ചെറുതായിട്ടൊരു മഴ ചാറലുണ്ടെങ്കിൽ സുഖാടുന്നു. മഴ ചാറിനില്ല. നമ്മളെ ഓസ് അടിക്കും. തവളക്കുട്ടൻ പോയി വീഴണ്ടാ നീ. പെൻഗിൻ ബോയ് നല്ല ഭംഗി കാണാൻ. വീഴണ്ടാ. എങ്ങനെ എന്റെ ടേക്ക് കഴിഞ്ഞു. ഞാൻ തോർത്തൊക്കെ എടുത്ത് അയ്യോ ഇതിങ്ങനെ തുടച്ചോ. കുളിപ്പിക്കുന്ന ആദ്യം തന്നെ വെള്ളടിച്ച് ഞാൻ ഫോണമ്മയ്ക്ക് വെള്ളം അടിച്ചു. അത് കഴിഞ്ഞിട്ട് നിന്നെ നനച്ചു തരുന്നുണ്ട്. സാഹസികമായി ആദീനെ കുളിപ്പിക്കുന്ന അമ്മയാണ്. നീ ആയിട്ടോ കഴിക്കില്ല, അമ്മയിലും കഴുകി തരട്ടെ. ഞാനും നനഞ്ഞു ഗൈസ്. എന്റെ പുറത്തൊക്കെ പോയാ. ഇത് ഷോളല്ല, തോർത്താണ്. ഇനി പോയി കുളിക്ക. നനഞ്ഞ അമ്മ ചെടികൾക്ക് നനച്ചു കൊടുക്കുന്നു.
തട്ടിക്കൂട്ടൽ മാഗി ഉണ്ടാക്കുകയാണ് ഗായ്സ്. മുട്ടിടാത്ത മാഗി. ഹായ് മാം. ഹായ് അബി. ചായ. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അബ്ജേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. പിറ്റേ ദിവസം അമ്പലത്തിൽ പ്രതിഷ്ഠ ദിനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് പോയതാ. പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല, കുറേ പേരൊക്കെ പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ മാങ്ങ അരിയുക എന്നുള്ളതായിരുന്നു. ദിവസത്തേക്കുള്ള ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അത്. കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് വലിയ ടാസ്ക്കായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അബ്ജേട്ടൻ്റെ വീട്ടിൽ കയറി. അമ്മ ആ ദിവസം ഉച്ചയായപ്പോൾ മൂകാംബികയിൽ നിന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാനും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിണ്ടായിരുന്നത്. മൊത്തത്തിൽ എൻ്റെ കൈ മുഖത്താണല്ലേ, നെറ്റിയും ഒരു വലിയ കുരു വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അത് പോയി തൊട്ട് നോക്കുന്നത്. അമ്മാമ്മ മൂകാംബികയിൽ നിന്ന് കൊണ്ടുവന്ന കമ്മലിട്ടിട്ട് ആമിയുടെ ഷോ. സമയം 10:30 സമയത്ത് ആമിയുടെ ഷോ. ബ്യൂട്ടിഫുൾ വള. പിന്നെ മാല. മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പെൺകുട്ടികളൊരു ഗുണം അല്ലേ? ന്യൂസിനുണ്ടാവൂലേ? എന്ന് കൊടുക്കാൻ ആദിയുടെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആദിക്ക് കീ ചെയിൻ മാത്രമാണ് കേട്ടോ മേടിച്ചോടുന്നത്. അല്ലാണ്ട് ആൺകുട്ടികൾക്ക് എന്ത് മേടിക്കാനാണ്? അവർക്ക് ടോയ്സൊക്കെ കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ആദിയുടെ മുഖത്ത് കുശുമ്പാണ് കേട്ടോ. അതെല്ലാ പ്രാവശ്യത്തെ യാത്ര കഴിഞ്ഞ് അമ്മ വരുമ്പോൾ അവൻ്റെ മുഖത്ത് സ്ഥിരമുള്ളതാണ് കേട്ടോ. അപ്പോൾ അവന് മേടിച്ചുള്ളതാണ് കേട്ടോ ഈ കീ ചെയിൻ. ഞങ്ങൾ അമ്പലത്തിൽ പോവാ. അമ്പലത്തിലെ പ്രതിഷ്ഠ ദിന. ഇന്നലത്തെ മഴയത്ത് കളി എനിക്ക് നല്ല ജലദോഷം വന്നിട്ടുണ്ട് കേട്ടോ. മഴയത്തല്ല, വെള്ളത്തിൽ മഴ ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾ നേരം വൈകി. നല്ല മഴ നടന്നു. ഇന്നലെ വന്നപ്പോൾ തന്നെ ലേറ്റായി. അയ്യോ മഴ. എനിക്കെന്തേലും തോന്നുന്നുണ്ടാടാ? ജലദോഷം തോന്നുന്നുണ്ടാ? ഒരു സുഖല്യായ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവളുടെ അടുത്ത് കുറെ വട്ടം പറഞ്ഞു നമുക്കത് എടുക്കണ്ടാന്ന്. പിന്നെ അവളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ എടുത്തത്. പക്ഷെ എനിക്ക് സുഖല്ല. പാരസെറ്റാമോൾ കഴിക്കണം. അയ്യോ എന്ത് മഴയാ! മഴ പെയ്യുന്ന മഴ ഇപ്പൊക്കെ തോർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെയ്യുന്ന മഴ ഭയങ്കര ശക്തിയിലാണ് പെയ്യണത്. ഇപ്പൊ പാടം സൈഡിലൊക്കെ വീടുള്ള ഒരവസ്ഥ ഉണ്ടാവല്ലേ. കുറെ അപകടങ്ങളൊക്കെ ഉണ്ട്. ആർക്കൊന്നും വരാണ്ടിരിക്കട്ടെ. മൂക്കൊക്കെ ചുമന്നു. എനിക്കിരിക്കടാ.
വേറെ തിരിയുണ്ടോ? അങ്ങനെ അമ്പലത്തിലെ പരിപാടിയൊക്കെ നന്നായി തന്നെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ പണിക്കുറ്റം തീർന്നായിരുന്നു. എനിക്ക് നല്ലോണം പനിയായി, ഞാൻ കെടുപ്പായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.